തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ കോമ്രേഡ്സ് ആകെ ടെൻഷനിലാണ്. പിന്നല്ലാണ്ട് LDF കൺവീനർ തന്നെ BJPയിലേക്ക് പോവാൻ നീക്കം നടത്തുന്ന ആരോപണം വന്ന ടെൻഷൻ ഇല്ലാണ്ടിരിക്കോ? ഒരിടത്ത് ശോഭാ സുരേന്ദ്രൻ, ഇപ്പുറത്ത് EP ജയരാജൻ, ഇപ്പുറത്ത് EPക്കെതിരെ ആരോപണം, അപ്പുറത്ത് CMന്റെ വക പരസ്യ ശാസനം. അങ്ങനെ ടെൻഷൻ പിടിച്ച സമയത്തിന്റെ ഇടയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങ് ചേരാണ്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ശരിക്കും EP ജയരാജൻ പ്രകാശ് ജാവദേക്കറായിട്ട് ചർച്ച നടത്തിയോ? BJPയിലേക്ക് പോവാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അതോ ശോഭാ സുരേന്ദ്രൻ വെറുതെ ആരോപണം ഉന്നയിക്കുന്നതാണോ? ഇതിൽ ദല്ലാൽ നന്ദകുമാറിന്റെ റോൾ എന്താണ്? ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കാൻ പോവാണ് മക്കളെ. EPയെ എന്താ അവസ്ഥ? ടെൻഷൻ ഉണ്ടോ? അല്ലെങ്കിൽ BJPയിൽ ചേരാൻ നോക്കിന്നാണല്ലോ ഇപ്പൊ എല്ലാരും നാട് നീളെ പറയണത്. ആ വാർത്തക്ക് മനസ്സിലായി. EPയുടെ മുഖം കണ്ടാലറിയില്ലേ ഒരു ടെൻഷനും ഇല്ലാന്ന്? സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരട്ടെ, അപ്പൊ അറിയാ പാർട്ടിയുടെ തീരുമാനം. ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നതിന് സഖാവ് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുക. സെക്രട്ടേറിയറ്റ് കൂടി ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഇനിയിപ്പോ എന്തിട്ട് ചെയ്യാ? മര്യാദയ്ക്ക് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറിനെതിരെ കേസ് കൊടുത്തോണെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടേറിയറ്റ് കാണുന്നത്. അയ്യോ, അങ്ങനെ പറഞ്ഞു എങ്ങനെ ശരിയാവാ? ദല്ലാളുടെ കൂട്ടൊക്കെ ഞങ്ങളുടെ EP എങ്ങനെയാ വിടുക? നിങ്ങളിന്നും പോലല്ലോ. EP നിഷ്കളങ്കനാണ്. സൗഹൃദങ്ങൾക്ക് കുറച്ച് കൂടുതൽ വില കൊടുക്കുന്ന ആളാണ്. ഇക്കണ്ട പുകിലൊക്കെ ഉണ്ടാക്കിയിട്ട് ദല്ലാലിനെതിരെ അധികം ഒന്നും എതിർത്ത് സംസാരിക്കാത്തത് അതുകൊണ്ടല്ലേ? എന്നിട്ട് ദല്ലാലിനെ പോലുള്ള ഒരാളുടെ കൂട്ട് വിടണം എന്നൊക്കെ പറഞ്ഞത് കഷ്ടമാണ് കേട്ടോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാപി എന്ന് വിളിച്ച, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന് വിളിച്ച, ഫ്രോഡ് എന്ന് വിളിച്ച, ഗോവിന്ദൻ മാഷും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഫ്രോഡ് എന്ന് പറഞ്ഞ അതേ നന്ദകുമാറിനെ ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ ശ്രീമാൻ EP ജയരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ നോക്കിക്കണ്ടതാണ്. ഈ നേരത്തെ ചോദിക്കണത് ശരിയാണോന്നറിയില്ല. ശോഭേജിക്കെതിരെയും കുറെ തെളിവും കൊണ്ട് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 10 ലക്ഷം രൂപ പറ്റിച്ചു എന്നും പറഞ്ഞു. ആ കാശൊക്കെ തിരിച്ചു കൊടുത്തായിരുന്നോ ചേച്ചിയെ? അപ്പൊ ഗോവിന്ദ മാഷേ, നിങ്ങളുടെ കുലങ്കശമായ ചർച്ചയ്ക്കൊടുവിൽ എന്താണ് നിങ്ങൾക്ക് തോന്നണേ? പ്രകാശ് ജാവദേക്കറെ കണ്ടിരുന്നു എന്ന് EPയും സമ്മതിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതും തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ പാവം തുറന്നു പറച്ചിൽ നടത്തിയില്ലേ? ഇദ്ദേഹം അവിടെ പോയി നേരിട്ട് കാണാൻ പോയതാ. ഇതിലെ പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് ജാവദേക്കറും പറഞ്ഞത്, അത് തന്നെയാണ് ജയരാജനും പറഞ്ഞത്. അത്ര നിഷ്കളാണ്. കണ്ടോ, കൂടിക്കാഴ്ച നിഷ്കളങ്കാണെന്ന് നമ്മളപ്പോഴേ പറഞ്ഞതല്ലേ EP നിഷ്കാണെന്ന്. പ്രകാശ് ജാവദേക്കർ വെറുതെ ആ വഴി പോയപ്പോ ചുമ്മാ LDF കൺവീനറുടെ അടുത്ത് ചെന്നതാത്രേ. എന്തിന്? സ്നേഹം, വെറും സ്നേഹം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 3 തവണ ശ്രീമാൻ EP ജയരാജനുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടത്തി. ഞാൻ കൂടിക്കാഴ്ച നടത്തി എന്ന് ഞാൻ പറയുകയും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് ശ്രീമാൻ EP ജയരാജൻ പറയുകയും, എന്നാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനെ കൃത്യമായി ശ്രീമാൻ ജയരാജൻ്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷവും ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. EPയുടെ ശരീരഭാഷയ്ക്ക് എന്താ പ്രശ്നം? തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ ആ പാവെല്ലാം തുറന്നു പറഞ്ഞതല്ലേ. സംഭവം വിവാദമായപ്പോ ഇടയ്ക്ക് പ്രതികരിക്കാണ്ട് മാറിപ്പോയി. അത് ഇത്ര വലിയ തെറ്റാണോ? ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആരോപണങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് BJPയിലേക്ക് പോകാൻ ഒരു നോട്ടുണ്ടായിരുന്നോ EPയെ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകരല്ലേ ഞാൻ. പോയിട്ട് BJP ചേരുക കേരളത്തിൽ? അയ്യയ്യ, വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുകൂടെ? ഞാൻ പറയാൻ നിൽക്കണോ? അയ്യേ, BJPയിൽ ചേരുന്ന കാര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട പരിപാടി എന്നാണ് നമ്മുടെ EPയുടെ അഭിപ്രായം. എല്ലാ കാലത്ത് ഇതന്നെ പറയണം കേട്ടോ. അല്ല, അനിൽ ആന്റണി BJPയിൽ ചേർന്നപ്പോൾ അനിലിനെ അറഞ്ചം പൊറഞ്ചം വിമർശിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിലിട്ട് ഒരു പോസ്റ്റ് ഓർമ്മ വരാണ്. അല്ല, ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ് ഓർക്കണതില്ലേ? പ്രകാശ് ജാവദേക്കറിനെ കണ്ടത് നമ്മുടെ പാർട്ടിക്ക് ഒരു പ്രശ്നമല്ലല്ലോ. അല്ല, പാർട്ടി നയപരമായ ഒരു കാര്യമല്ലല്ലോ അത്. ഒരു ദിവസം ഒരാൾ രാവിലെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടത് അത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? അതൊന്നുമില്ല. ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമല്ല. ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല, റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരാൾ ചായ പോകുന്ന വഴിക്കോ കയറി വേറെ എന്തെങ്കിലും പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് തന്നെ, പ്രകാശ് ജാവദേക്കർ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് EPയുടെ അടുത്ത് പോയത്. എന്താണിത്? വന്ന് ഈ നാട്ടിൽ ഒരു ചായ കുടിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാണ്ടായ?
അല്ല മാഷേ, ഇന്നാളെ NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് ഇവിടെ എന്തൊക്കെ പുകിലങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനിത് ബാധകല്ലേ? അല്ലല്ലല്ല, അത് രണ്ടാണ്, രണ്ടും ഒന്നാക്കണ്ട. അത് നിങ്ങളുടെ താല്പര്യമാണ്. പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പോഴേക്ക് BJP ആയിട്ട് മാറുന്നു. അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഭക്ഷണം അതിങ്ങനെ നിർദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല. അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചേർക്കണ്ട. ആ ചായവേ ഈ ചായറേ കോമ്രേഡ്സിന് എന്തോ ആവാം, പക്ഷെ അത് കോൺഗ്രസ് നേതാക്കൾ ചെയ്താൽ വിടില്ലൊരുത്തനും. എന്നോട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി ഞാൻ മനസ്സിലാക്കിയത് അതിൽ അമർഷവും ദുഃഖവും ശ്രീമാൻ EP ജയരാജനുണ്ടായിരുന്നു. ഞാൻ വളരെ ക്ലിയറായി പറഞ്ഞു, 2022 ജനുവരിയിൽ ഈ ചർച്ചകൾ നടക്കുന്നു അല്ലേ. ഗോവിന്ദൻ മാസ്റ്ററുടെ യാത്ര വന്ന ദിവസം ഞാൻ അദ്ദേഹത്തെ രാമനിലയത്തിൽ കാണുന്നു. വെണ്ണലയിലെ വീട്ടിൽ, നന്ദകുമാറിന്റെ വീട്ടിൽ എത്രയോ മാസങ്ങൾക്ക് മുൻപാണ് കണ്ടിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായി ഇതെല്ലാം പറഞ്ഞല്ലോ. എല്ലാം ഓക്കെ, പക്ഷെ ഒരു കാര്യത്തില് വ്യക്തത കുറവുണ്ടല്ലോ ശോഭേജി. ഗോവിന്ദ മാഷ് CPM സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ സങ്കടത്തിലും നിരാശയിലാണ് EP ചർച്ച നടത്തിയെന്നല്ലേ പറഞ്ഞത്. ചർച്ച തുടങ്ങുന്നത് 2022 ജനുവരിയിലും. പക്ഷെ ആ സമയത്ത് ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ലല്ലോ. ഒക്ടോബറിലല്ലേ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചത്. അതിന് തൊട്ടു മുമ്പല്ലേ ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടറി ആവണത്. അപ്പൊ ജനുവരി മുതലേ എങ്ങനെ EPക്ക് നിരാശ വരും? കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവണില്ലല്ലോ ചേച്ചിയെ. എല്ലാരും വിളിച്ചു. എന്നാലും എന്തൊക്കെ പറഞ്ഞാലും പൊതുമധ്യത്തിൽ വെച്ച് നമ്മുടെ EPനെ മുഖ്യമന്ത്രി ശാസിച്ചില്ലേ? തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഇക്കണ്ട ആളുകളുടെ മുന്നിൽ വെച്ച് EPയുടെ കൂട്ടുകെട്ടി ശരിയല്ല എന്ന് പറഞ്ഞില്ലേ? അതിൽ EPക്ക് എന്തിട്ടാ പറയാനുള്ളത്? അതിനെ സംബന്ധിച്ചിട്ടല്ല. അതിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ദല്ലാൾ എന്തിനാണ് ഇദ്ദേഹത്തെയും കൂട്ടി എൻ്റെ അടുത്ത് വന്നത്? ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കണ്ട. മുഖ്യമന്ത്രി തള്ളി പറഞ്ഞ കാര്യമല്ല. ദല്ലാൾ എന്തിന് പ്രകാശ് ജാവദേക്കറെ EPയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു? അങ്ങനെ വേണം മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാൻ. പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു. കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചത്. ഇത് എവിടെയായിരുന്നു? നോക്കിയിരിക്കായിരുന്നു നമ്മള്. ശോഭേജിക്ക് EPക്കെതിരെ മാത്രമല്ല ആരോപണം ഉന്നയിക്കാനുള്ളത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത്ര 9 നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അതിൽ 8 കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരുണ്ട്. അതിൽ ചിലർ പാർലമെന്റിലേക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി ആ ചർച്ചയെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളവർ പോലും ഉണ്ട് എന്നുള്ളതാണ്. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. ഓരോ ദിവസവും കഴിയുന്തോറും പല വെറൈറ്റി ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല എന്ന് പറഞ്ഞ് ഇനി എത്ര കൂടിക്കാഴ്ചകളുടെ കാര്യം പുറത്തു വരാനുണ്ടോ എന്തോ. എന്തായാലും EPയുടെ കൂട്ട് ദല്ലാളിനെതിരെ EP തന്നെ കേസ് കൊടുക്കുന്ന അതിദയനീയ കാഴ്ചയായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോണത്. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.